തെളിവുകൾ നശിപ്പിക്കാൻ ശ്രമിച്ചതായും കോടതിക്ക് ബോധ്യം വന്നിരിക്കുന്നു. ആയതിനാൽ രാജ്യദ്രോഹം, കൊലപാതകം, ഗൂഢാലോചന, അനധികൃതമായി സംഘം ചേരൽ എന്നീ കുറ്റങ്ങൾ ചുമത്തി ഇന്ത്യൻ ശിക്ഷാ നിയമം 302, 120 മുതൽ 123 വകുപ്പുകൾ പ്രകാരം പ്രതിയെ മരണം വരെ തൂക്കാൻ ഈ കോടതി വിധിക്കുന്നു. കഴിച്ചോ, 2 ദിവസം കൂടിയല്ലേ ഉള്ളൂ. അവസാനത്തെ അത്താഴത്തിന് സ്പെഷ്യൽ ഉള്ളത് വേണോ? നാളെ ഫൈനൽ ചെക്കപ്പിന് ഡോക്ടർ വരുമ്പോ റെഡിയായി നിന്നോ. ഇങ്ങനെ പോയാൽ നമ്മുടെ ജീവിതം കളിച്ചുകൊണ്ട് തന്നെ തീരും. നിങ്ങളുടെ കാര്യം മാത്രം. ഞാനൊന്ന് 2 PG ലിസ്റ്റിലുള്ളതുകൊണ്ട് എനിക്ക് വേഗം ജോലി കിട്ടും. അയ്യടാ, ഒരു ബുദ്ധിജീവി. പെട്ടെന്ന് ജോലി കിട്ടാൻ ഇവൻ ഒരു അമേരിക്കൻ പ്രസിഡന്റ് മോനോ? നീ എന്താ ഒന്നും ഉണ്ടാക്കും? ഒരു മൂടോട്ട് പോലെ. ഒന്നുമില്ലണം. എന്നാലും എന്തോ ചെറിയ പ്രശ്നം. നമ്മുടെ ഈ സൗഹൃദം അതിന് എത്ര കാലാവയസ്സുണ്ടാവും? അതെന്താണ്? നിങ്ങളെ വിഷമിപ്പിക്കാൻ പറഞ്ഞതല്ല, നാട് മുഴുവൻ ചെരിതിരിവല്ലേ. മതം, ജാതി, പാർട്ടി ഇതൊക്കെ മനുഷ്യരെ വെറുക്കാനും കൊല്ലാനുമുള്ള ന്യായങ്ങളാണിപ്പോൾ. ഇവൻ്റെ ഇതെന്താ പറ്റിയത്? നമ്മുടെ ഇടയിൽ ഇങ്ങനെ അകൽച്ച വരുമെന്നാണോ നീ പേടിക്കുന്നത്? അങ്ങനെ അല്ലടാ, എന്നാലൊരു പേടി. എന്തിന്? ഇന്നലെ കുറച്ച് പേരെന്നെ കാണാൻ വന്നിരുന്നു. ഒരു വിപ്ലവ സംഘടനയുടെ പേരും പറഞ്ഞു. കുറേ നേരം സംസാരിച്ചു. നമ്മുടെ ഗവൺമെൻറ് നടത്തുന്ന കൊള്ളരുതായ്മകൾ, പാവങ്ങൾക്ക് കിട്ടേണ്ട കോടിക്കണക്കിന് രൂപ അഴിമതി നടത്തിയതിൻ്റെ തെളിവുകൾ, കുടിയൊഴിപ്പിക്കലുകൾ, കൊലപാതകങ്ങൾ, വ്യാജ ഏറ്റുമുട്ടലുകൾ, ഇങ്ങനെ നമ്മുടെ നാട് നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങളെ പറ്റി പറഞ്ഞു. എന്നിട്ടെന്താ, അവരെന്നോടും പറഞ്ഞു ആയുധമെടുക്കാൻ. എന്നിട്ട് നീ എന്ത് പറഞ്ഞു? എന്നെക്കൊണ്ടൊന്നും പറ്റില്ലെന്ന് ഞാൻ അപ്പോഴേ പറഞ്ഞു. പക്ഷെ അവർ വിടാനുള്ള ഭാവമില്ലെന്ന് തോന്നുന്നു. ആവശ്യത്തിന് പണവും വണ്ടിയും തരാമെന്ന് പറഞ്ഞു. പഴയ പോരാട്ടങ്ങളുടെ പുതിയ മുഖം. സത്യത്തിൽ അവർ പറഞ്ഞതിലും കാര്യമില്ല. നമ്മൾ ഈ ജനാധിപത്യം എന്ന് പറഞ്ഞ് 5 കൊല്ലം കൂടുമ്പോൾ വോട്ട് ചെയ്തിട്ട് നമ്മൾ നാട്ടുകാർക്ക് എന്ത് നേട്ടം ഉണ്ടാകുന്നു? നേട്ടം മുഴുവൻ ഭരിക്കുന്നവർക്കല്ലേ. അവർ നിന്നെയും കണ്ടിരുന്നു. അവരുടെ പ്രസ്ഥാനത്തെ തകർക്കാൻ ശ്രമിക്കുന്നവരെ ഇല്ലാതാക്കാനാണ് അവരുടെ തീരുമാനം. നീ ഇത് പോലീസിൽ അറിയിക്കണം. വേണ്ട, അവരെ എന്നെ വെച്ചേക്കില്ല. പിന്നെ ഞാനെന്താ ചെയ്യാ? നീ തൽക്കാലം ഒന്നും ചെയ്യണ്ട. ഇപ്പൊ ചെയ്തത് തന്നെ അങ്ങ് ചെയ്താൽ മതി. ഇന്ന് രാത്രി മലമുകളിൽ അവരുടെ രഹസ്യമുഖമുണ്ട്. എന്നോട് എന്തായാലും വരണമെന്നാണ് പറഞ്ഞത്. എന്നിട്ട് നീ അതിന് പോകുന്നുണ്ടോ? ഇല്ല, ഞാൻ പോകുന്നില്ല. പക്ഷേ എന്താ വൈകിയത്? ഞാൻ വരുമെന്ന് പറഞ്ഞില്ലല്ലോ. പക്ഷേ ഞങ്ങൾക്കറിയാമായിരുന്നു നീ വരുമെന്ന്. കാരണം നിന്റെ ശരീരത്തിലോടുന്നത് വിപ്ലവത്തിൻ്റെ രക്തമാണ്. ഞാനൊരു സാധാരണ മനുഷ്യനാണ്. ഞാനിപ്പോൾ വന്നത് എന്നെ ഒന്നിനും പ്രതീക്ഷിക്കരുതെന്ന് പറയാനാണ്. എന്നെ വെറുതെ വിടും. നീ എന്നെപ്പറ്റി അന്വേഷിക്കരുത്. നീ ആരോടാണെന്ന് സംസാരിക്കുന്നത് അറിയുമോ? ഞങ്ങളുടെ ശക്തി നിനക്കറിയില്ല. നീ ഇതിനെല്ലാം അനുഭവിക്കും. ഞാൻ എന്താവണമെന്ന് തീരുമാനിക്കേണ്ട ഞാനാണ്. പോലീസ്, പോലീസ്! ഞാൻ തെറ്റുകാരല്ല. എനിക്ക് ഒരു യാതൊരു ബന്ധവുമില്ല. ഞാൻ തെറ്റുകാരല്ല.
ആ